സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇന്ത്യക്ക് മുന്നിൽ ഉണ്ടായിരുന്നത് രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെക്കാൾ വലിയൊരു വെല്ലുവിളിയായിരുന്നു രാഷ്ട്ര നിർമ്മാണം. ആ വെല്ലുവിളി ഏറ്റെടുത്തത് നമ്മുടെ ആദ്യ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന നെഹ്റു രാജ്യത്തെ സാമൂഹ്യവാദ ചിന്താഗതിയിൽ ആസ്പദമാക്കി മുന്നോട്ട് കൊണ്ടുപോയി. വലിയ ഭീമൻ അണക്കെട്ടുകൾ, കാർഷിക വ്യാവസായിക പദ്ധതികൾ എന്നിവയെ ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രങ്ങൾ എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വളർച്ചയ്ക്കും വ്യാവസായിക വൽക്കരണത്തിനും വലിയ പ്രാധാന്യം നൽകി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ IIT, IIM, ISR, ICRS പോലുള്ള സ്ഥാപനങ്ങൾ സ്ഥാപിതമായി. വിദ്യാഭ്യാസവും ശാസ്ത്രവും മുന്നേറാതെ ഒരു രാജ്യവും മുന്നേറില്ലെന്നായിരുന്നു നെഹ്റുവിന്റെ വിശ്വാസം. അതുപോലെ ആണവശക്തിയുടെ സമാധാനപരമായ ഉപയോഗം, അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ നിരപേക്ഷതയുടെ നയം, ഇതെല്ലാം നെഹ്റുവിന്റെ രാഷ്ട്ര നിർമ്മാണത്തിലെ പ്രധാന ഘടകങ്ങളാണ്. ഇന്ത്യയെ മതം, ഭാഷ, സംസ്കാരം, പ്രദേശം എന്നീ വൈവിധ്യങ്ങളിൽ ഒരുമിച്ച് ചേർത്ത് സമഗ്ര രാഷ്ട്രമായി തീർക്കാൻ അദ്ദേഹം നടത്തിയ പരിശ്രമം ഇന്നും അനശ്വരമാണ്. കുട്ടികളാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭാവി എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. ഈ ദീർഘവീക്ഷണമാണ് ഈ ദിവസത്തിന് ഇത്രയേറെ പ്രാധാന്യം നൽകുന്നത്.